അസ്സലാമലൈക്കും. ഞാൻ വന്നിരിക്കുന്നത് മുട്ട കൊണ്ട് എളുപ്പത്തിലധികം ചേരുവകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കറിയായിട്ടാണ്. എഗ് മലായി ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് 3 ഇടത്തരം സവാള, 5 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. 6 മുട്ട പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, കസൂരി മേത്തി 1.5 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, പാല് 1 കപ്പ്. പാലിന് പകരം ഫ്രഷ് ക്രീമോ തേങ്ങാപ്പാലോ ഏത് വേണം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് പേസ്റ്റ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റോളം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാളയും പച്ചമുളകും അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരുമിച്ച് ചേർത്ത് അരച്ചെടുത്താലും മതി. എനിക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് മലായി ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്